സൗത്ത് ആഫ്രിക്ക ഒന്ന് പൊരുതി നോക്കി, പക്ഷേ കളി ജയിക്കാൻ സാധിച്ചില്ല. മില്ലർ തന്റെ കഴിവിന്റെ പരമാവധി ഇന്ന് കളിച്ചു. അവസാനം മില്ലർ സെഞ്ചുറി അടിച്ചു. എങ്കിലും സൗത്ത് ആഫ്രിക്ക പരാജയം സമ്മതിച്ചു. ന്യൂസിലാൻഡ് ഇന്ന് 50 റൺസിനാണ് കളി ജയിച്ചത്. ഇന്ന് സൗത്ത് ആഫ്രിക്ക കളി തോറ്റ ശേഷം അവരുടെ ക്യാപ്റ്റൻ ടെമ്പ ബൗമ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ന്യൂസിലാൻഡ് 362 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സൗത്ത് ആഫ്രിക്ക സെക്കൻഡ് ബാറ്റിംഗിൽ 312 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. ഇന്ന് കളി തോറ്റ ശേഷം സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇന്നത്തെ മാച്ച് ഞങ്ങൾ ജയിക്കുമെന്നാണ് കരുതിയത്, പക്ഷേ ന്യൂസിലാൻഡിനെതിരെ ജയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങൾക്ക് പിഴച്ചത് ബാറ്റിംഗിലാണ്. ന്യൂസിലാൻഡിനെ ഒരിക്കലും 300+ റൺസ് എടുക്കാൻ വിടാൻ പാടില്ലായിരുന്നു. ബൗളേഴ്സും മോശം പ്രകടനം പുറത്തെടുത്തു. അവരിന്ന് 362 റൺസ് എടുത്തപ്പോഴേ പരാജയം ഞങ്ങൾ സമ്മതിച്ചതായിരുന്നു. എങ്കിലും ഞങ്ങളൊന്ന് പൊരുതി നോക്കി. ആദ്യം ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞു. അവസാന പ്രതീക്ഷ മില്ലറിലായിരുന്നു, പക്ഷെ അവനെ കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല. എങ്കിലും അവൻ സെഞ്ചുറി അടിച്ചതിൽ സന്തോഷമുണ്ട്. ഇനി വരാൻ പോകുന്നത് ഫൈനലാണ്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഫൈനൽ വന്നാൽ ഇന്ത്യക്ക് തന്നെയാണ് വിജയ സാധ്യത. ഒരുപക്ഷെ ന്യൂസിലാൻഡിന് പകരം ഞങ്ങൾ വന്നുവെങ്കിൽ ഞങ്ങൾക്ക് അവരോട് പകരം വീട്ടാനുണ്ടായിരുന്നു, പക്ഷേ അതിന് ഞങ്ങൾക്ക് സാധിച്ചില്ല. ഫൈനലിൽ മികച്ച കളി കാഴ്ചവെക്കുന്നവർ കപ്പ് നേടട്ടെ എന്ന് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ വ്യക്തമാക്കി. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ഫൈനലിലാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയോട് തോറ്റത്. അതിന്റെ പ്രതികാരം അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിലെത്തി ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാനായിരുന്നു അവരുടെ പദ്ധതി. ആ ഒരു പ്ലാൻ ന്യൂസിലാൻഡ് പൊളിച്ച് കയ്യിൽ കൊടുത്തു. ഇന്ത്യക്ക് ഇനി ഈസി ആയിട്ട് ചാമ്പ്യൻസ് ട്രോഫി നേടാൻ സാധിക്കും. കാരണം ന്യൂസിലാൻഡിനെ ഇന്ത്യ തോൽപ്പിച്ചതാണ്. പാകിസ്ഥാനിൽ മാത്രമാണ് ന്യൂസിലാൻഡിനെ ഇങ്ങനെ കളിക്കാൻ സാധിക്കുകയുള്ളൂ. ദുബായ് ബീച്ചിൽ ന്യൂസിലാൻഡ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കും. അപ്പോൾ നമുക്ക് ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.